അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അതുവഴി നടന്നൊക്കെ വന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരവും ഈസ്റ്റ് ഫോർട്ടൊക്കെ ഉള്ള ചെറിയ വിശേഷം കാണിക്കാമേ. അപ്പോൾ എല്ലാവരും മുമ്പേ പറയുന്ന പോലെ തന്നെ ഒരു എന്താ പറയുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അവസാനം വരെ വീഡിയോ കാണുക. ഇത് രാമേന്ദ്രയിൽ ഞങ്ങൾക്ക് ജസ്റ്റ് കയറിയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ഫോട്ടോസുകളാണ് കാണിച്ചത്. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമില്ലേ, അവിടുത്തെ മീനുകളാണ്. എന്ത് വലിയ മീനുകളാണെന്നോ, ഞാനങ്ങ് അത്ഭുതപ്പെട്ട് കണ്ടു നിന്ന് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ നിന്നു. കാരണം നല്ലൊരു മനസ്സിനൊരു റിലീഫൊക്കെ എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയായിരുന്നു. അങ്ങനെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ആക്കിയാലോ എന്ന് തോന്നിയത്. അപ്പോൾ വലിയ പ്രാവും മീനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കുറേ നേരം ഞാൻ അവിടെ നിന്ന് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അതവിടെ നിന്ന് ഇറങ്ങി നടന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോലീസ് ജീപ്പും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് അടുത്തുള്ള വഴിയോര കച്ചവടക്കാരൊക്കെ കുറച്ച് അങ്ങോട്ട് നീങ്ങി ഇരിക്കെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതവിടെ കൈനോട്ടക്കാരൻ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇരുന്ന് കൈയൊക്കെ നോക്കുവാണ്. ഇതൊക്കെ ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അതൊക്കെ നല്ലൊരു മനസ്സിന് റിലീഫൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അവിടെ നിന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ പോവുകയാണ്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈസ്റ്റ് ഫോർട്ട് ആ വഴി കൂടെ ഞാൻ നടന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് രാമേന്ദ്രയിലൊക്കെ കയറാം. അങ്ങനെ കയറൊന്നും മേടിച്ചില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നീട് എപ്പോഴേലും പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞ് തൊക്കിക്കൊണ്ട് നടക്കണ്ടേ, അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അങ്ങനെ പോകുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ട്. കാരണം ഓണത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ തന്നെ ഈ പരിസരം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണല്ലോ. അങ്ങനെ ബാഗും കുടകളും ചെരുപ്പുകളും അങ്ങനെ എന്നുവേണ്ട എല്ലാ ഓൾമോസ്റ്റ് സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സും വഴിയോടെ കച്ചവടക്കാരും ഒരുപാട്. പിന്നെ ഇതിൻ്റെ രണ്ട് പരിസര സൈഡും നല്ല ഒരുപാട് കടകളുള്ള സ്ഥലമാണല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ മേടിക്കുന്ന ദൂരം നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരില്ല. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡ് നല്ല കടകൾ. ഞാൻ നേരത്തേക്ക് ഇവിടെ ചിപ്സൊക്കെ മേടിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും പോകാറില്ല. കാരണം ഓയിലിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണല്ലോ. ഇടയ്ക്കൊക്കെ കൊതി തോന്നുമ്പോൾ മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന വളകളൊക്കെ ഞാനൊന്ന് നോക്കി ആസ്വദിച്ച്. ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി പുളിയും കരിപ്പട്ടിയൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ഞാൻ മേടിച്ചില്ല, നേരത്തെ പറഞ്ഞ പോലെ തൂക്കിക്കൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് ആസ്വദിച്ച് പോവുകയാണ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിഷയം, സുഖമായിരിക്കുന്നു. അങ്ങനെ ഇപ്പുറത്ത് ഈസ്റ്റോട്ടിൻ്റെ ഈ ഭാഗം ബസ് നിൽക്കുന്ന ഭാഗത്തോട്ടെത്തി. അങ്ങനെ ബസ്സിലേക്ക് കയറിയിരുന്നു. ഞാനങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. കാരണം ജസ്റ്റ് ഒക്കെ പറഞ്ഞതാ വീട്ടിൽ ഓട്ടോ പിടിച്ച് പൊക്കോളം. പക്ഷേ എനിക്ക് തോന്നി ഒന്ന് സ്ഥലമൊക്കെ കണ്ട് ഒന്ന് റിലീഫായിട്ട് പോകാമെന്ന് തോന്നി. വേറെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് ഇതേ മുന്നോട്ടെടുത്തു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇത് പട്ടക്കുളങ്ങര ആ ഭാഗമാണ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം, എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ബ്ലോഗേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷം? ഇത് നമ്മുടെ അട്ടക്കുളങ്ങര എന്താ പറയുക, ജയിലിൻ്റെ ആ ഭാഗമാണ് കേട്ടോ. അതെ, ആ ജയിലിൻ്റെ ഭാഗമാണ്. അത് തുറന്ന് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇതിങ്ങനെ തുറന്ന് കിടന്ന് കണ്ടിട്ടില്ല. അതിലെ കൂടെ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. അങ്ങനെ തുറന്ന് കിടക്കുന്ന അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അവിടെ വാനും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ജയിലിലെ ഫുഡ് വിൽക്കുന്ന ഒരു കൗണ്ടറും ഉണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ അവിടെ ചെന്ന് ഫുഡൊക്കെ മേടിക്കാറുണ്ടോ? ഞാൻ ഇതുവരെയും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന ഒരു പ്രാവശ്യം എന്തൊക്കെ മേടിച്ച് തന്നത് ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അൽബുർജ് മന്തി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അതേണ്ട അൽബുർജ് മന്തി, കുഴിമന്തിയുടെയാണ്. മുമ്പ് നമ്മൾ എപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ പോകാറ്, നല്ലതായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അവർ ഭയങ്കര ഉഴപ്പീരാണ്. കൊള്ളത്തില്ല, ടേസ്റ്റും ഇല്ല. ഒരു എന്താ പറയുന്ന ഒരു ടേസ്റ്റ് വൈസ് ഇല്ല. നമുക്ക് പോകാനുള്ളൊരു മൂഡ് പിന്നീട് ഉണ്ടായില്ല. അവിടെ 1-2 പ്രാവശ്യം നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തപ്പം ടേസ്റ്റിൻ്റെ കാര്യമാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയി. ഇപ്പം എനിക്ക് ഏറ്റവും ബെറ്ററാണ് ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും നമ്മുടെ ഖലീഫ മന്തിയാണ്. സൂപ്പറാണ് കേട്ടോ. ഒന്നും പറയാനില്ലാത്തൊരു സ്ഥലമാണ്. ഇത് SBI ബാങ്കാണ്. ഇവിടെ നിന്നാണ് ഗ്യാസ് എൻ്റെ ഒരു പവൻ്റെ ബ്രേസ്ലെറ്റ് കളഞ്ഞു പോയത്. അത് വളരെ വിഷമകരമായ ഒരു ദിവസമായിരുന്നു. അവിടെ എന്താ പറയുന്നത്, ഇത് അൽ ഹസനാണ്. ഇത് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് നടന്നൊരു ഹോട്ടലുമാണ്. മാത്രമല്ല നമ്മുടെ കോർപ്പറേഷൻ്റെ അവരൊക്കെ ചെന്നിട്ട് അത് അടച്ചു പൂട്ടിയ സ്ഥലമൊക്കെയാണ് കേട്ടോ. പക്ഷേ
അവിടെ ഇപ്പോഴും തുറന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെ പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാനേ അറിയില്ല. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, അമേരിക്കൻ കൗൺസിലേറ്റോ അങ്ങനെ എന്തൊക്കെയാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്. മണക്കാട് ജംഗ്ഷൻ എത്തിയായിരുന്നു. ബസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പുറത്ത് പോകുമ്പോൾ അങ്ങനെ മൂടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതൊരു നല്ലൊരു തണുത്ത കാറ്റും മഴയും ഒക്കെ ആയിട്ടൊരു നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ. എനിക്കിപ്പോൾ വൈകുന്നേരം ആവാറായി കേട്ടോ. ഇത് വീഡിയോസൊക്കെ ഇത് SUT ഹോസ്പിറ്റലൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ മണക്കാട് ഗേൾസ് സ്കൂളാണേ അത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വന്ന വഴിക്ക് ഒരു പപ്സ് മേടിച്ചിട്ട് വന്നു. അതും ഒരു ചായ ഇട്ടിട്ട് ഞാൻ കുടിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.